ശ്രീ കൈലാഷ്, നീലത്താമര അദ്ദേഹത്തിൻ്റെ അയ്യപ്പൻകാവിലെ കുളത്തിൽ വിരിയുന്ന നീലത്താമരകൾ മലയാളിയുടെ പ്രണയത്തെ തന്നെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഏറെക്കാലം. എങ്ങനെയായിരുന്നു ആ അനുഭവം? അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ കോഴിക്കോടേക്ക് നീലത്താമര എന്ന് പറയുന്ന സിനിമയുടെ ഓഡീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഒരു ദിവസം MT സാർ എന്നെ കണ്ടേക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്ന കുറച്ചധികം ആൾക്കാരെയാണ് MT സാർ കണ്ടത്. അങ്ങനെയുള്ളൊരു കോഴിക്കോട്ടേക്കുള്ളൊരു യാത്ര എൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു യാത്രയുണ്ട്, ഒരു ബസ്സിൽ ഞാൻ. അപ്പോൾ സ്വാഭാവികമായും അതുവരെ ഞാൻ പറഞ്ഞു കേട്ടതും അല്ലെങ്കിൽ കേട്ടറിഞ്ഞതും ഒക്കെ MT സാർ വളരെ ഗൗരവമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഥകൾ അല്ലെങ്കിൽ നിള അല്ലെങ്കിൽ ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ എറണാകുളത്ത് നിന്ന് ഈ ഭാരതപ്പുഴയുടെ മുകളിലുള്ള പാലത്തിലൂടെയൊക്കെ ഈ ബസ്സിൽ കോഴിക്കോട്ടേക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് ഇദ്ദേഹത്തെ കാണാനുള്ള വലിയ ഒരു ടെൻഷൻ വല്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോഴിക്കോടെത്തി സാറിനെ ആദ്യമായി കണ്ടൊരു നിമിഷമുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ഈ നിശബ്ദത എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ആഴം എത്രയാണ് എന്ന് അന്നൊരു ദിവസം സാറ് ഞാനും മാത്രം ഒരു 10-15 മിനിറ്റ് ഒരു മുറിയിൽ ലാൽ ജോസ് എന്നെ അദ്ദേഹത്തിന് മുൻപിൽ കൊണ്ടിരുത്തിയിട്ട് ലാൽ ജോസ് പുറത്തേക്ക് പോയി ഞാനും MT സാറും മാത്രം ഇരുന്ന കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുറിയുണ്ട്. ഞാൻ അതുവരെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു MT സാറിനെ അല്ല അന്ന് ഞാൻ കണ്ടത്. എന്നോട് വളരെ സാധാരണമായി സംസാരിക്കുകയും എന്നെ വളരെ കംഫർട്ടബിൾ ആക്കുകയും ചെയ്ത് കുറച്ച് അധികം സംസാരിച്ചതിന് ശേഷം കാണാമെന്ന് പറഞ്ഞ് എനിക്ക് മുൻപിലേക്ക് കൈനീട്ടിയ ഒരു MT സാറുണ്ട് എൻ്റെ മുമ്പിൽ. ഒരുപക്ഷെ ആ കൈനീട്ടൽ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു. അങ്ങനെ സാറിൻ്റെ ഒരു ഹരിദാസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആവാൻ സാറ് പലരിൽ നിന്നും എന്നെ സെലക്ട് ചെയ്തു എന്നുള്ളതും അല്ലെങ്കിൽ എന്നെ മനസ്സ് കാണിച്ചു എന്നുള്ളതും എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു ഏരിയ തുടങ്ങുകയാണ്. അതിനുശേഷം പലപ്പോഴും സാറിനെ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ സാറിൻ്റെ മൃതശരീരം ഇരിക്കുന്ന സിത്താരയിൽ പല പ്രാവശ്യം ഞാൻ പോയി സാറിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ പല സഹപ്രവർത്തകരും എന്നോട് വളരെ അതിശയത്തോട് ചോദിച്ചിട്ടുണ്ട് ഈ MT സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹത്തോടുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ. അവിടെ ഞാൻ വളരെ ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് എനിക്ക് പലപ്പോഴും എൻ്റെ തലമുറയിൽപ്പെട്ട എൻ്റെ പല സഹപ്രവർത്തകർക്കിടയിൽ എനിക്ക് ഭാഗ്യം കിട്ടുക എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സമയത്ത്